नहमदुहु वनस्तईनुहु वनुमिनु बिहि वनतवक्कलु अलैहि वनऊज़ु बिल्लाहि मिन शुरूरि अनफुसिना वमिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु वमन युद्लिल फला हादिय लहु वअशहदु अल्ला इलाहा इल्लल्लाहु वअशहदु अन्न मुहम्मदन अब्दुहु वरसूलुहु अरसलहु बिलहुदा वदीनिल हक़्क़ि लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्मा सल्लि अला मुहम्मद व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम। अल्लाहुम्मा बारिक अला मुहम्मद व अला आलि मुहम्मद कमा बारकत अला आलि इब्राहीम इन्नका हमीदुम मजीद। अम्मा बअद फ़इन्न खैरल हदीसी कलामुल्लाह व खैरल हदीय हदीय मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु मुहदसतिन बिदअ व कुल्लु बिदअतिन ज़लाला। अय्युहल इख़्वान वल अख़वात ऊसीकुम इबादल्लाह व इय्याय अव्वलन बितक़वल्लाह। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। फ़अन्ज़रतुकुम नारन तलल्ला ला यस्लाहा इल्लल अश्क़ा अल्लज़ी कज़्ज़ब व तवल्ला वसयुजन्नबुहल अत्क़ा अल्लज़ी युती मालहु यतज़क्का। ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഓരോരുത്തരും അവരവരുടെ കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസം അതിൻ്റെ പകുതിയോടടുത്ത് നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നമ്മളുടെ നോമ്പ് എങ്ങനെ കഴിഞ്ഞുപോയി, രാത്രി നമസ്കാരവും മറ്റ് ഇബാദത്തുകളൊക്കെ എങ്ങനെ കഴിഞ്ഞുപോയി എന്ന് ഒരാത്മപരിശോധന നടത്തേണ്ട ഒരു സന്ദർഭമാണിത്. ആ പരിശോധന വീഴ്ചകളുണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ദിവസങ്ങളാണ് ഇനി നമ്മളുടെ മുമ്പിലുള്ളത്. വളരെ പെട്ടെന്നാണ് നോമ്പ് ഇങ്ങനെ കടന്നു പോകുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് എന്ന്. അത് നോമ്പിൻ്റെ ദിവസങ്ങൾ മാത്രമല്ല, നമ്മൾക്ക് ആയുസ്സിലെ ദിവസങ്ങളും വളരെ 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 വേഗത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെയും നമ്മൾക്കറിയാം, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓരോ കഴിഞ്ഞ ദിവസം, ഇന്നലെ, മിഞ്ഞാന്നൊക്കെ നോമ്പിൻ്റെ ഇടയിൽ തന്നെ പിരിഞ്ഞു പോയത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ ആലോചിക്കേണ്ടത്, ഇനിയുള്ള ദിവസങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങൾ എത്ര നന്നായിട്ട് നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞതിന് ശേഷം ഖേദിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. നോമ്പുകാലത്താണ് സക്കാത്തിനെ സംബന്ധിച്ച് നമ്മളുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നത്. ആളുകൾ പൊതുവെ ധരിക്കുന്നത് സക്കാത്ത് കൊടുക്കേണ്ട മാസം റമദാൻ മാസമാണ് എന്നാണ്. ഇവിടെയല്ല, ലോകത്തെമ്പാടും ഇപ്പോൾ അങ്ങനൊരു നിലപാടാണുള്ളത്. സക്കാത്തിൻ്റെ മാസം അല്ല റമദാൻ മാസം. റമദാൻ മാസത്തിലും കൊടുക്കാം എന്നേ ഉള്ളൂ. സക്കാത്ത് എന്ന ആ സംവിധാനം ഓരോ ദിവസവും ജീവിതത്തിൽ നടക്കേണ്ട ഒരു സംഗതിയാണ്.
അത് കച്ചവടക്കാരൻ അതിൻ്റെ സക്കാത്ത് കാലം തികയുമ്പം കൊടുക്കണം. അത് റംസാനിലല്ല, എല്ലാവരുടേതും കാലം തികയുക, വർഷം തികയുക. ശമ്പളക്കാരൻ വർഷം തികയുമ്പോൾ കൊടുക്കണം. എല്ലാവരുടെതും അങ്ങനെയാണ്. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് റംസാനിലാക്കി വെച്ചു എന്നത് അങ്ങനെ ആവട്ടെ എന്ന് വെക്കുകയാണ്. എന്നാൽ ഒരിക്കൽ റംസാൻ കൊടുത്താൽ പിന്നെ ഒരു വർഷം വരുമ്പോൾ കൊടുക്കേണ്ടത് വരും. അങ്ങനെ റംസാനിലായി മാറുന്നു. ഈ സക്കാത്ത് ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ്. നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാറുള്ളത് നോമ്പ്, സക്കാത്ത്, നമസ്കാരം, നോമ്പ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും നമസ്കാരവും നോമ്പും ചേർത്ത് പറഞ്ഞിട്ടില്ല. ഒറ്റ സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല. നോമ്പിനെ സംബന്ധിച്ച്, റംസാനിലെ നോമ്പിനെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു സൂറത്തിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സൂറത്തുൽ ബഖറയിലെ 183 തുടങ്ങുന്ന 4-5 ആയത്തുകൾ നോമ്പ്. വേറൊരു സ്ഥലത്ത് നോമ്പിനെ പറ്റി പരാമർശം റംസാനിലെ നോമ്പിനെ പറ്റിയില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തെ പറ്റിയും സക്കാത്ത്, ദാനധർമ്മങ്ങളെ പറ്റിയും പറയാത്ത പേജുകൾ ഉണ്ടാവില്ല. ഏതെങ്കിലും രീതിയിൽ അതിലേക്ക് വരും വിഷയങ്ങൾ. അത്രയധികം സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ് നമസ്കാരവും സക്കാത്തും. നമസ്കാരം നോമ്പുമല്ല, നമസ്കാരവും സക്കാത്തും. 32 സ്ഥലങ്ങളിൽ അഖീമുസ്സലാത്ത വാതു സക്കാത്ത, നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക, സക്കാത്ത് കൊടുക്കുക. അല്ലദീന യുഖീമൂന സ്വലാത്ത വയൂത്തൂന സക്കാത്ത, നമസ്കാരം നിർവഹിക്കുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ. ഈ ശൈലിയിൽ ചേർത്ത് തന്നെ 32 സ്ഥലങ്ങളിൽ ഖുർആനിൽ പറയുന്നുണ്ട്. ഇതിനർത്ഥം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണത്. ഒരു പ്രധാനപ്പെട്ട ഇബാദത്ത് എന്നല്ല, വളരെ കൃത്യമായി പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹത്തിലെ മെമ്പർഷിപ്പ്, നമ്മളുടെ മെമ്പർഷിപ്പ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ അയാൾ നമസ്കാരവും സക്കാത്തും നിർവഹിച്ചിരിക്കണം ഷഹാദത്തിൻ്റെ കൂടെ. അത് 3 ചേർത്താണ് ഖുർആനിൽ പലയിടങ്ങളിലും പറയുന്നത്. ഒന്ന് ഷഹാദത്ത്, അതായത് ഈമാൻ, വിശ്വാസം, ഒന്നാമത്തെ ഭാഗം. തൊട്ടുടനെ നമസ്കാരം പറയുന്നു, മൂന്നാമത് സക്കാത്ത് പറയുന്നു. ഇത് 3 നിലനിൽക്കുന്ന ഒരാൾക്കാണ് ഇസ്ലാമിക സമൂഹത്തിൽ മെമ്പർഷിപ്പ് നിലനിൽക്കുള്ളൂ. അത് നഷ്ടപ്പെട്ട മെമ്പർഷിപ്പ് പോവും. അത്ര ഗൗരവത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നൊരു കാര്യമാണത്. സൂറത്ത് തൗബയിൽ അടുത്തടുത്തായി 2 ആയത്തുകൾ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കുക. യുദ്ധത്തെ സംബന്ധിച്ചാണ് ആയത്തുകൾ വരുന്നത്. യുദ്ധം ശത്രുപക്ഷത്ത് മുശ്രിക്കുകളോ കാഫറുകളോ ആണ്. വിശ്വാസപരമായൊരു യുദ്ധമാണ്. അവരോട് യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധരംഗത്ത് ശത്രുപക്ഷത്തുള്ള ആളുകൾ അവിടെ വിശ്വാസത്തിൽ നിന്ന് തൗബ ചെയ്തു മടങ്ങി ഇസ്ലാമിലേക്ക് വന്നാൽ അവിടെ എടുക്കേണ്ട നിലപാട് 2 സ്ഥലത്ത് 2 ആയത്തുകൾ പറയുന്നത് ഫൈൻ താബു, അവർ തൗബ ചെയ്താൽ, കുഫറിൽ നിന്ന് അവർ മടങ്ങി വന്നാൽ, ഷഹാദത്ത് പ്രഖ്യാപിച്ചാൽ, വഅഖാമുസ്സലാത്ത, അവർ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ, വആതു സക്കാത്ത, സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ, ഫഖല്ലു സബീലഹു, അവരുടെ നേരെ മറ്റു നടപടിയൊന്നുമില്ലാതെ വെറുതെ വിട്ടേക്കണം അവരെന്ന്. അവർ മുസ്ലിങ്ങളാണ്, ശത്രുക്കളായിരുന്നു ഇതുവരെ. അവരിത് പ്രഖ്യാപിച്ചതോടുകൂടി ഇസ്ലാമിലേക്ക് വന്നു. പിന്നെ അവരുടെ പാട്ടിന് വിട്ടേക്കണം, അവർ മുസ്ലിങ്ങൾ എന്ന നിലക്ക് കാണണം. ഒരായത്തങ്ങനെ. രണ്ടാമത്തേത് ഫൈൻ താബു വഅഖാമുസ്സലാത്ത വആതു സക്കാത്ത, അവർ തൗബ ചെയ്തു, നമസ്കാരം നിർവഹിച്ചു, സക്കാത്ത് കൊടുക്കുകയും, നോമ്പെടുത്തതല്ല സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ, ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, മതത്തിൽ നിങ്ങളെപ്പോലെ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളായി, സഹോദരനായിട്ട് അയാൾ മാറും. ഇതിൽ മെമ്പർഷിപ്പ് അയാൾക്ക് കിട്ടുന്ന അർത്ഥം. വളരെ വ്യക്തമാണ് കാര്യം. ഷഹാദത്തിൻ്റെ കൂടെ നമസ്കാരവും സക്കാത്തും നിർവഹിക്കുന്ന ഒരാൾക്ക് ഇതിൽ മെമ്പർഷിപ്പ് നിലനിൽക്കുള്ളൂ. നിസ്കരിക്കാത്ത ഒരാൾക്ക് മെമ്പർഷിപ്പ് പോകും, നമ്മൾക്കറിയാം, അംഗത്വം പോവും. സക്കാത്ത് ആ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. ഷഹാദത്ത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ തീരെയില്ല. ഷഹാദത്ത് പ്രഖ്യാപിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമസ്കാരവും സക്കാത്തും നിർബന്ധമായിട്ട് നിർവഹിച്ചു കൊള്ളണം. അത് ഒഴിവാക്കാൻ കഴിയില്ല. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇതിൻ്റെ ഗൗരവം വളരെ പ്രാധാന്യപൂർവ്വം പറയുന്നുണ്ട്. മൻ അഅ്താഹ മുതജിറൻ ഫലഹു അജ്റുഹു ഫമൻ മനഅഹ ഫഇന്ന ആഖിദുഹ വശത്റു മാലിഹി അസ്മത്തു മിൻ അസ്മാത്തി റബ്ബിനാ ലാ യഹ്ലു ലിആലി മുഹമ്മദിൻ മിൻഹാ ഷൈഉൻ. എത്ര ഗൗരവമുള്ള വാക്ക് റസൂൽ പറയുന്നു നോക്കണം നിങ്ങൾ. ഫമൻ അഅ്താഹ മുതജിറൻ, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും അത് നൽകുന്നുവെങ്കിൽ ഫലഹു അജ്റുഹു, അവൻ അതിൻ്റെ കൂലി കിട്ടും. ഒരാൾ സ്വമേധയാ തൻ്റെ വരുമാനത്തിൻ്റെ കണക്കൊക്കെ നോക്കി സക്കാത്ത് കൃത്യമായിട്ട് ഞാൻ കൊടുക്കേണ്ടതാണ്, എൻ്റെ ബാധ്യതയാണ്, അവൻ്റെ അവകാശമാണ്, ഞാനിതാ കൊടുക്കുന്നു, അത് ഞാൻ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന നിലക്ക് അതങ്ങോട്ട് കൊടുത്താൽ അതിൻ്റെ കൂലി അവന് കിട്ടും. ഫലഹു അജ്റുഹു, അവനതിന് കൂലി കിട്ടും. ഫമൻ മനഅഹ, എന്നാൽ ആരെങ്കിലും അത് കൊടുക്കാതെ തടഞ്ഞു വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ഫഇന്ന ആഖിദുഹ, നിയമപാലകരെ വിട്ട് നാം അവൻ്റെ അടുക്കൽ നിന്ന് അത് പിടിച്ചു വാങ്ങും, വസൂലാക്കും. റസൂലാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ മേധാവി. ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സക്കാത്ത് നടപ്പിലാക്കിയപ്പോൾ റസൂൽ അത് വാങ്ങാൻ ആളെ വിട്ടിരുന്നു. ഓരോ ഗോത്രങ്ങളിലേക്കും ആളുകൾ വിട്ടിരുന്നു. അവരാ സക്കാത്ത് കണക്ക് നോക്കി വസൂലാക്കി കൊണ്ടുവന്ന് പള്ളിയിൽ, മദീന പള്ളിയിൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. അല്ല, അവർ കൈക്ക് കൈ കൊടുക്കുന്നതല്ല സക്കാത്ത്, അത് സദഖയാണ്. അത് പള്ളിയിൽ ഏൽപ്പിക്കും, റസൂലിനെ ഏൽപ്പിക്കും, റസൂൽ അത് അവകാശികൾ കൊടുക്കും. അങ്ങനെ കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങും. രണ്ടാമത്തെ വാക്യം വശത്റു മാലിഹി, അവൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഹിതം ഒരു പണിഷ്മെൻ്റ് ആയിട്ട്, പെനാൽറ്റി ആയിട്ട് ബൈത്തുൽ മാലിലേക്ക് പിടിച്ചു കെട്ടുകയും ചെയ്യും. സക്കാത്തിനെ പറ്റിയാണ് ഈ പറയുന്നത്. സ്വയം കൊടുത്താൽ കൂലി കിട്ടും, ഇനി കൊടുത്തില്ല എന്ന് വിചാരിച്ച് അവനെ ഒഴിവാക്കി വിടും. ചിലപ്പോൾ നിസ്കരിക്കാത്തവനെ നിസ്കരിപ്പിക്കൂല, നോമ്പെടുക്കാത്തവനെ ശിക്ഷാ നടപടിയെടുത്ത് നോമ്പെടുപ്പിക്കില്ല. പക്ഷെ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ ഇസ്ലാമിക രാഷ്ട്രം അവൻ്റെ പേരിൽ നിയമ നടപടിയെടുക്കും. അവൻ്റെ സക്കാത്ത് വസൂലാക്കുക മാത്രമല്ല, അവൻ്റെ സമ്പത്തിൻ്റെ ഒരു വിഹിതം ഒരു പണിഷ്മെൻ്റ് ആയിട്ട് ബൈത്തുൽ മാലിലേക്ക് വാങ്ങും. റസൂൽ വീണ്ടും പറയാം അസ്മത്തു മിൻ അസ്മാത്തി റബ്ബിനാ, ഇത് ഞാൻ ഇത്ര കർശനമായിട്ട് പറയുന്ന എൻ്റെ വക പറയല്ല, ഇത് നമ്മുടെ റബ്ബിൻ്റെ തീരുമാനം നിങ്ങളെ അറിയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കെന്തെങ്കിലും ലാഭമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് റസൂൽ പറയുന്നത്. ലാ യഹില്ലു ലിആലി മുഹമ്മദിൻ മിൻഹാ ഷൈഉൻ, മുഹമ്മദിന്, അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു ഹാഷിമിന് ഈ സക്കാത്ത് ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസയും വാങ്ങാൻ അർഹതല്ല. ഒരു പൈസയും റസൂലിനും റസൂലിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കും വാങ്ങാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇടപാടാണ്. എന്തുകൊണ്ടാണ് സക്കാത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഒരു പിടിച്ചു വാങ്ങും, നിയമപാലകരെ വിട്ടും ശിക്ഷാ നടപടി നടപ്പാക്കും എന്നൊക്കെ പറയുന്നത്? അതിൻ്റെ സ്വഭാവം വ്യത്യസ്തമായതുകൊണ്ടാണ്. ഒരാൾ നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ ഈ സമൂഹത്തിന് ഒരു പ്രശ്നവുമില്ല, അത് അയാളും പടച്ചവനുമായി ബന്ധപ്പെട്ടൊരു സ്വകാര്യ ഇടപാടാണ് നിസ്കാരം. നിസ്കരിച്ചില്ലെങ്കിൽ അയാൾക്ക് പോയി എന്നല്ല, വേറൊന്നുമില്ല. ഒരാൾ നോമ്പെടുക്കാത്തതിൻ്റെ പേരിൽ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉത്ഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരാൾ സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ സമൂഹവുമായി ബന്ധപ്പെടുന്നു ആ വിഷയം. എന്താ ബന്ധം? അയാളുടെ സമ്പത്തിൻ്റെ നിശ്ചിതമായ വിഹിതം അവകാശപ്പെട്ട കുറേ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അവർക്കത് കിട്ടേണ്ടതുണ്ട്. അത് പണമാണ്, ധനമാണ്. അത് കിട്ടിയെങ്കിൽ അവരുടെ ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയുള്ളൂ. ആ അർഹതപ്പെട്ട ജീവിതാവശ്യങ്ങൾക്ക് കൊടുക്കേണ്ട പണം കൊടുക്കാതെ നിയമലംഘനം നടത്തി സ്വന്തം അക്കൗണ്ടിലോ പേഴ്സിലോ പത്തായത്തിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ സൂക്ഷിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കത് വെക്കാൻ അവകാശമല്ല, നിയമ നടപടി എടുത്ത് വാങ്ങിക്കൊണ്ടുവരും. അതിനങ്ങനെ നിയമ നടപടി എടുക്കുമെന്ന് പറയാൻ ഇയാൾക്ക് ഈമാൻ വളർന്നു വന്ന് ഈമാൻ ശക്തമായി അയാൾ കൊടുക്കാൻ തയ്യാറാകുന്നവരെ കാത്തിരിക്കാൻ സമൂഹം തയ്യാറില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം അതാണ്. അയാൾക്ക് ഈമാൻ ശക്തമായാൽ അയാൾ കൊടുക്കും, വിശ്വാസം ശക്തമായാൽ കൊടുക്കും. പക്ഷെ അതുവരെ കാത്തിരിക്കാൻ ഈ സമൂഹത്തിന് സമയമില്ല. സമൂഹത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ, പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ അയാൾ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് കാത്തിരിക്കേണ്ട. അയാളുടെ ഈമാനും ഒക്കെ പരലോകവും പടച്ചവനുമായി ബന്ധപ്പെട്ടാണ്. സമൂഹത്തിൻ്റെ ആവശ്യമാണ് സാമ്പത്തിക ഇടപാട്. അത് വാങ്ങി അവർക്ക് വിതരണം ചെയ്യും. പണിഷ്മെൻ്റ് ആയിട്ട് പൈസ വാങ്ങി ബാക്കി സ്വത്തും കണ്ടുകെട്ടുന്ന
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇസ്ലാമിക ഗവൺമെൻറ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, അങ്ങനെ സങ്കല്പിക്കുക, നമ്മുടെയൊക്കെ കാര്യത്തിൽ അങ്ങനെ നിലപാടെടുത്താൽ എന്തായിരിക്കും കഥ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. വളരെ ഗൗരവമായിട്ട് കാണുക, വളരെ ഗൗരവമായിട്ട് കാണുക. അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് ആദ്യ വർഷത്തിൽ തന്നെ കുറച്ച് ആളുകൾ മുർത്തദായി, അവർ ഇസ്ലാമിൽ നിന്ന് പോകാൻ തയ്യാറായി. അവർ കാരണം പറഞ്ഞത് സക്കാത്താണ് പ്രശ്നം. നല്ല ദീനും ഈമാനും ഷഹാത്തൊക്കെ ഉണ്ട്, പക്ഷെ സക്കാത്തിൻ്റെ വിഷയം വന്നപ്പോൾ അതിന് തയ്യാറാവില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അബൂബക്കറിന് സക്കാത്ത് വാങ്ങാൻ അവകാശമല്ല. അബൂബക്കർ എന്ന് പറഞ്ഞാൽ ഖലീഫയാണ്, ഭരണാധികാരി ആണ് വാങ്ങേണ്ടത്, കൈക്ക് കൈ കൊടുക്കുന്ന അല്ല സക്കാത്ത്. അങ്ങനെ നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂലാണ് സക്കാത്ത് വാങ്ങിയിരുന്നത്. ഖുർആൻ ഖുദ് മിൻ അംവാൽ, അവർ ആയത്തോതി ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ എന്ന് ഖുർആൻ റസൂലിനെ സംബോധന ചെയ്തുകൊണ്ടാണ് പറഞ്ഞ് സക്കാത്ത് അവരിൽ നിന്ന് വസൂലാക്കണമെന്നുള്ളത്. റസൂൽ വഫാത്തായില്ലേ, ഇനി എങ്ങനെ അബൂബക്കർ വാങ്ങുന്നത്? അബൂബക്കർ എന്ന് പറഞ്ഞ വാക്കെന്താ അറിയോ? ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് കൊടുത്തില്ല മനഊനി ഇഖാലൻ ഔ ഇനാഖൻ കാനു യദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഇഹാ. നമുക്ക് ഖലീഫന്റെ വാക്കാണത്, ഭരണാധികാരിയാണ് അദ്ദേഹം പറയുക. ആദ്യ ഖിലാഫത്ത് ഏറ്റെടുത്തുള്ള പ്രസ്താവന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് സക്കാത്ത് ഫണ്ടിലേക്ക് കൊടുത്തിരുന്ന ഒരു ഒട്ടകത്തെ കെട്ടുന്ന കയറുണ്ടെങ്കിൽ, അതാണ് അയാൾ കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒട്ടക കുട്ടിയെയാണ് എങ്കിൽ, അത് തടഞ്ഞാൽ ലഖാതൽതുഹും, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കും, അവനോടത് വാങ്ങിയത് കൊണ്ടുവരുന്നതാണ്. എന്താ ഇതിനൊക്കെ കാരണം? ഇതൊരു സാമ്പത്തിക ഇടപാടാണ്. അത് ബാക്കി വെച്ച് പോകാൻ പറ്റില്ല. അത് ആരാന് കൊടുക്കേണ്ടത്? നമ്മുടെ പോക്കറ്റിൽ നിൽക്കാൻ പറ്റില്ല, കൊടുക്കുക തന്നെ വേണം. അത്ര ശക്തമായ താക്കീത് പറഞ്ഞൊരു വിഷയമാണത്. അത് വളരെ ഉദാസീനമായി നമ്മൾ കൈകാര്യം ചെയ്തുകൂടാ. അത് വ്യക്തികൾ കൊടുക്കുന്നതല്ല അതിൻ്റെ രൂപം. സക്കാത്ത് കൊടുക്കേണ്ടത് ഇസ്ലാമിക ഗവൺമെൻറ് ആണെങ്കിൽ അതിൻ്റെ ബൈത്തുൽ മാലിലേക്ക് നികുതികളൊക്കെ വരുന്നത് പോലെ വരുന്ന ഒരു ഫണ്ടാണത്. അവിടെ നിന്നാണ് അത് വിതരണം ചെയ്യേണ്ടത്, 8 വിഭാഗത്തിന് വിതരണം ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ അതിന് സംവിധാനം പള്ളികളിൽ ഒരുക്കാറുണ്ട്. പള്ളി കമ്മിറ്റികളിൽ സക്കാത്ത് സെല്ലുകളുണ്ട്. നമ്മൾ സംഘടനാപരമായിട്ട് തന്നെ ആ കാര്യം നിർവഹിക്കുന്നു. അവിടെയാണത് കൊടുക്കേണ്ടത്. അവിടെ കൊടുത്തിട്ട് ഉത്തരവാദപ്പെട്ട ആളുകൾ ആ 8 വിഭാഗത്തിൽ നമ്മുടെ നാട്ടിൽ അർഹരാരാണോ ഉള്ളത് അവർക്ക് കൊടുക്കണം. അവരതിൽ തിരിമറി നടത്താനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടത്താനോ ഒന്നും പറ്റില്ല. അതിലെന്ത് നടത്തിയാലും അവർക്ക് അതിൻ്റെ കുറ്റവും കിട്ടും. കൊടുത്തവൻ അവൻ്റെ ബാധ്യത വിടും. റസൂലിൻ്റെ കാലത്ത് അങ്ങനെ തന്നെ സംഭവങ്ങളുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയെ, ഇബ്നുൽ ലുതുബിയ എന്ന് പറയുന്ന ഒരു സഹാബിയെ സക്കാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഗോതമ്പ്, ബാർലി, ഈത്തപ്പഴം, ഈ സാധനങ്ങളാണ് അവിടെ സക്കാത്ത് പിരിക്കാനുള്ളത്. ഇന്നത്തെ മുതൽ തൊഴിലിൻ്റെ വൈപുല്യം നന്നില്ല. പിന്നെ ആടുമാടൊട്ടകങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതേ സാധനങ്ങൾ വാങ്ങി വന്നു. ഗോത്രങ്ങൾ കണക്ക് നോക്കി സക്കാത്ത് വാങ്ങും. ഇങ്ങനെ പല ആളുകളെയും പല ഗോത്രങ്ങളിലേക്കല്ലേ റസൂൽ നിശ്ചയിച്ചിരുന്നു. ഇവർക്കൊക്കെ ഓരോ വിളിപ്പ് ജാബി, പിരിക്കുന്ന ആൾ, സംഘടിപ്പിക്കുന്ന ആൾ എന്നൊക്കെയുള്ള പേരുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് റസൂലിൻ്റെ മുമ്പിൽ വെച്ചു. റസൂലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഒരു കൂമ്പാരം ഇങ്ങനെ വെച്ചിട്ട് റസൂലെ ഇതിങ്ങനെയെന്ന്, ഇത് ചെറുതിങ്ങനെ പുറത്തൊന്ന് വെച്ചു. റസൂലിൻ്റെ പറഞ്ഞു, റസൂലെ ഹാദാലി വഹാദാലക്കും, ഈ വലിയ കൂമ്പാരം നിങ്ങൾക്ക് കിട്ടിയതാണ്, ഈ ചെറുത് എനിക്ക് കിട്ടിയാണെന്ന് പറഞ്ഞു. സക്കാത്ത് വിരിക്കാൻ പോയപ്പോൾ കൊടുത്തതാണ് ആളുകൾ. റസൂലിൻ്റെ മുഖം ആകെ കിട്ടും വിവരണമായി, തുടുത്തുപോയി. റസൂലിൻ്റെ കോപം വന്ന അവസ്ഥയാണത്. ഹദീസിൽ പലയിടത്തും അങ്ങനെ കാണാം. റസൂൽ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി മിമ്പറിൽ കയറി നിന്നിട്ട് പറഞ്ഞു, വളരെ രൂക്ഷമായ വാക്കാ റസൂൽ, ലോ ജലസ ഫീ ബൈതി അബീഹി, അവൻ അവൻ്റെ ബാപ്പാൻ്റെ ഉമ്മാൻ്റെ തറവാട്ടിൽ പോയിരുന്നാൽ, അങ്ങനെ റസൂൽ വെച്ച്, നമ്മളെ മലയാളം കുറച്ചുകൂടി മോശമായിട്ടാണ് പറയേണ്ടത്, അങ്ങനെ പോയിരുന്നാൽ അവൻ ഇതേപോലെ കൂട്ടിവെക്കാൻ കിട്ടുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നാണ്. ഞാൻ അവനൊരു ഉദ്യോഗത്തിന് നിശ്ചയിച്ചതാണ്. ആ നിശ്ചയിച്ചതിൻ്റെ പേരിൽ അവൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് എനിക്കുള്ളതാണെന്ന് പറയാൻ ഇവൻ ആരാണെന്നാ, അത് ഇങ്ങോട്ട് വെക്കണം എന്ന് പറഞ്ഞു റസൂൽ. വാങ്ങി ഇങ്ങോട്ട് വെച്ചു. ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന എന്തും കൈക്കൂലിയാണ്. തൻ്റെ സ്ഥാനത്തിന് അർഹമാക്കിയിട്ട് വാങ്ങുന്നത് കോഴയാണ്. റസൂൽ അവിടെ തന്നെ പറഞ്ഞു, അത് വാങ്ങാൻ പറ്റില്ല അയാൾക്ക്. അയാൾ വീട്ടിൽ പോയിരുന്നാൽ അത് കിട്ടില്ലല്ലോ എന്നാ. ഞാൻ അയാളൊരു ഉദ്യോഗത്തിന് നിശ്ചയിച്ചുകൊണ്ടല്ലേ, സക്കാത്ത് പിരിക്കാനുള്ള ഉദ്യോഗസ്ഥനാണ് അയാൾ. ആ ഉദ്യോഗത്തിനാണ് പോയപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇയാൾ ആരാണെന്നാ, ഇയാൾ വീട്ടിൽ പോയിരുന്നാൽ കിട്ടുമെന്നാണ് റസൂൽ ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെ ഗൗരവമുള്ള വിഷയമാണ്. അത് കൃത്യമായിട്ട് അടക്കുക,
അതിൻ്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കുക. ഇല്ലെങ്കിൽ പരലോകത്തും ശിക്ഷ, ഇഹലോകത്തും ശിക്ഷ. പരലോകത്തും ശിക്ഷ ഉണ്ടാവും, ഇഹലോകത്തും ശിക്ഷ ഉണ്ടാവും. ഇഹലോകത്തെ ശിക്ഷ റസൂൽ പറഞ്ഞിട്ടുണ്ട്. വരൾച്ച ഉണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ റസൂൽ പറഞ്ഞു. പരലോകത്ത് ഖബറിലുള്ള ശിക്ഷയെ പറ്റി പറഞ്ഞു. പരലോകത്ത് പല ആയത്തുകൾ ഇതിൻ്റെ വിഷയം പറഞ്ഞു. അല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. ആ സ്വർണവും വെള്ളിയൊക്കെ കൂട്ടി വെച്ചിട്ട് അത് നിക്ഷേപമാക്കി വെച്ച് ആളുകൾക്ക് എൻ്റെ സക്കാത്തൊന്നും കൊടുക്കാതിരുന്നാൽ ആ വെച്ച സാധനം, നമ്മുടെ സമ്പത്തുണ്ടല്ലോ, അത് ചുട്ടുപഴുപ്പിച്ച് ഫലകങ്ങളാക്കി ചുട്ടുപഴുപ്പിച്ച് നമ്മുടെ നെറ്റിയും മുതുകുകളൊക്കെ ചൂട് വെക്കും പരലോകത്ത്, ഖബറിൽ വെച്ച്, നരകത്തിൽ വെച്ച്. ഖുർആൻ പറയുന്നതാണ് നരകത്തിൽ വെച്ച്. എന്നിട്ട് അവനോട് പറയുന്നൊരു വാക്ക്, ഹാദാ മാ കനസ്തുൽ അൻഫുസിക്കും ഫദൂഖു, ഇത് നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ലേ, അനുഭവിച്ചോളൂ. നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി സമ്പാദിച്ചു വെച്ചതാണല്ലോ, ആർക്കും കൊടുക്കാതെ. അത് നിങ്ങൾ അനുഭവിച്ചോളൂ. ഫദൂഖു അൽഅദാബ, ശിക്ഷ നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ശിക്ഷിക്കും. അതാണ് ഇതിൻ്റെ പരലോകത്തെ അനുഭവം. കാളസർപ്പങ്ങളായി വന്ന് അവൻ്റെ സമ്പത്തിങ്ങനെ അവനെ ആഞ്ഞു കൊത്തു ഖബറിൽ വെച്ച് എന്ന് ഹദീസുകളിൽ കാണാം. ഇതൊക്കെ ഇതിൻ്റെ ഫലങ്ങൾ തന്നെയാണ്. ഇതിനർത്ഥം നമ്മൾക്കിങ്ങനെ തോന്നണ്ട ഇതൊക്കെ മറ്റവനെ പറ്റിയാണോ പറയുന്നത്. ഞാനിപ്പോൾ സക്കാത്ത് വാങ്ങേണ്ട ആളാണ്, കൊടുക്കേണ്ടവൻ അങ്ങേ ഭാഗത്താണ്, അവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്, മറ്റേ കോടീശ്വരൻ, മറ്റേ ധനവാൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പണക്കാരനായി പ്രസിദ്ധനായ മറ്റേ ആൾവർക്ക് നമ്മൾ അതൊന്നുമല്ല ഈ പറയുന്നത്. ഇത് നമ്മളെ പറ്റിയാണ് ഈ പറയുന്നത്. വളരെ ചെറിയൊരു സംഖ്യ മതി സക്കാത്ത് കൊടുക്കാൻ. ആ സക്കാത്തിൻ്റെ വിഹിതമുണ്ടെങ്കിൽ കൊടുക്കണം. അത്ര ചെറിയൊരു സംഖ്യ മതി. നമ്മുടെ സാധാരണ വരുമാനം, ശമ്പളം, കച്ചവടം, മറ്റ് തൊഴിൽ മേഖലയിലെ വരുമാനങ്ങളൊക്കെ അന്നത്തെ ചെലവുകൾ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരാളെടുത്ത് 595 ഗ്രാം വെള്ളി, ഏതാണ്ട് ഒരു 55,000 റുപ്യ, കൃത്യമാക്കാൻ പത്രത്തിൽ അതിൻ്റെ കണക്ക് നോക്കിയാൽ കിട്ടും. ഒരു 55,000 രൂപ, 60,000 രൂപേൻ്റെ താഴെ വരും ഏറിയാൽ. അത്ര സംഖ്യ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുത്തു തുടങ്ങണം. അതിൻ്റെ മേലെ എത്ര ഉണ്ടെങ്കിലും മൊത്തം കണക്കൂട്ടി 2.5% കൊടുക്കണം. ഇതില്ലാത്ത എത്ര ആളുണ്ട് നോക്കുക. കൊടുക്കാനായിട്ടുണ്ടോ, മറ്റവനാണോ അതോ ഞാനോ കൊടുക്കേണ്ടത് നോക്കുക. ഇങ്ങനെ എല്ലാറ്റിനെയും സക്കാത്ത് ആ രീതിയിൽ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ കണക്ക് നോക്കിയിട്ട് കൃഷിക്ക്, ചിലപ്പോൾ കൃഷിക്കൊക്കെ സക്കാത്ത് ഉണ്ടാവും, അങ്ങനത്തെ കർഷകരൊക്കെ എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നാളികേരും മറ്റൊക്കെ വന്നാൽ അതിൻ്റെയൊക്കെ 10 കൊടുക്കണം, അല്ലെങ്കിൽ 20 പകുതിയെങ്കിലും കൊടുക്കണം. നനച്ചുണ്ടാക്കിയും തേവിയൊക്കെ ചിലവ് കൂടിയതാണ് ഇപ്പോഴത്തെ കൃഷി, പകുതിയെങ്കിലും കൊടുക്കണം. കച്ചവടക്കാരെ കൊടുക്കുന്ന ഒരു വർഷം കഴിയുമ്പം എല്ലാ സാധനങ്ങൾക്കും സക്കാത്ത് വരും. അതൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കാൻ നമ്മൾ സന്നദ്ധമാവുക. റമദാൻ മാസത്തിലെങ്കിലും നമുക്ക് ആ മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് നമുക്ക് ഏൽക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നോമ്പ് ഏൽക്കണമല്ലോ നമ്മൾക്ക്. അതിൻ്റെ ഫലം കാണണമെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെ വീട്ടാൻ നമ്മൾ സന്നദ്ധമാവുക. പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്ത് ശ്രദ്ധിച്ചു നോക്കുക. ഫഅൻദർതുക്കും നാറൻ തലല്ലാഹ്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. നരകത്തെക്കുറിച്ച്. ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ, അത്യധികം ദൗർഭാഗ്യവാനായവനല്ലാതെ ആ നരകത്തിൽ പോവില്ല. ലാ യസ്ഖാഹ ഫഅൻദർതുക്കും നാറൻ തലല്ലാഹ് ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ അല്ലദീ കദ്ദബ വതവല്ല. ദൗർഭാഗ്യവാൻ സത്യത്തെ കളവാക്കി പിന്തിരിഞ്ഞു പോയവനാണ്. വസൈജന്നബുഹൽ അത്ഖാ, ആ നരകത്തിൽ നിന്ന് അകറ്റപ്പെടും ചില ആളുകൾ, അതിൽ നിന്ന് അകറ്റപ്പെടുന്ന ആളുകളുണ്ട്. അതാരാണ്?
അല്ലദീ യുഅ്തി മാലഹു യതസക്കാ, തൻ്റെ സമ്പത്ത് തസ്കിയത്തിന് വേണ്ടി, സംസ്കരണത്തിന് വേണ്ടി സക്കാത്തായി കൊണ്ട് കൊടുക്കുന്ന ആളുകൾ എന്നാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സംസ്കരണം എന്നാണ്. സമ്പത്തിൻ്റെ സംസ്കരണം, വ്യക്തിയുടെ സംസ്കരണം. ആ രീതിയിൽ സക്കാത്ത് കൊടുക്കുന്ന ആളുകളാണ് നരകത്തിന് അകറ്റപ്പെടുന്നത്. അത് ഖുർആൻ പറയുന്നു. അല്ലാത്ത ആളുകൾ ആ നരകത്തിൽ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ തള്ളിവിടപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞു തരുന്നു. അപ്പോൾ നമ്മളത് ഗൗരവത്തിൽ കാണുക. നമ്മളുണ്ടാക്കിയ മുതലുകൊണ്ട് നമ്മൾ നരകത്ത് പോകാൻ പാടില്ല. നമ്മളുണ്ടാക്കിയ മുതൽ നമ്മൾ നരകത്ത് പോകാൻ കാരണമായാൽ പിന്നെ എന്തിനാ അത് ഉണ്ടാക്കണം? അതിനാണ് നമ്മൾ മുതലുണ്ടാക്കുന്നത്. നമ്മളുടെ സമ്പത്ത് നമ്മൾക്ക് സ്വർഗത്തിൽ പോകാനാണ് ആകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ നരകത്തിൽ പോയി ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും ആ സമ്പത്തിൻ്റെ അവസ്ഥ? പിന്നെ എന്തിനാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതൊക്കെ? അപ്പോൾ അതിൻ്റെ നിസാബ് എത്തിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കുക. ശമ്പളം വാങ്ങുന്ന ആളുകൾ, ഉദ്യോഗസ്ഥന്മാർ കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ റംലാനിലാണെങ്കിൽ റംലാനിൽ അത് നോക്കിയിട്ട് ഒരു വർഷം കഴിയുമ്പോൾ അയാളുടെ അത്യാവശ്യ ചെലവുകൾ കഴിഞ്ഞ് ബാക്കി വരുന്ന മിച്ചത്തിന് 2.5% സക്കാത്ത് കൊടുക്കുക. വളരെ എളുപ്പമാണ്, സങ്കീർണമല്ല കണക്കുകളൊന്നും. അറിയാത്തവർക്ക് ചോദിച്ചാൽ ആളുകൾ, പണ്ഡിതന്മാർ പറഞ്ഞു തരുകയും ചെയ്യും. ഒരു പ്രശ്നവുമില്ല. കച്ചവടക്കാരൻ അയാളുടെ വസ്തുക്കൾ, വിൽപ്പനയ്ക്ക് വെച്ച വസ്തുക്കൾ, അതിൻ്റെ അന്നത്തെ മാർക്കറ്റ് റേറ്റും ഒരു വർഷം കഴിഞ്ഞ് അയാളുടെ കയ്യിലിരിക്കുന്ന കാശും അയാളുടെ മറ്റു ചെലവുകൾ കഴിഞ്ഞിട്ട് 2.5% അയാൾ കൊടുത്താൽ മതി. ആകെ 2.5, 1,00,000 രൂപ ഉണ്ടെങ്കിൽ 2,500 രൂപ കൊടുക്കണം എന്നാണ് ഈ പറയുന്നത്. 1,00,000 രൂപ കൈവശമുള്ളവൻ 2,500 രൂപ കൊടുത്താൽ മതി എന്നായി പറയുന്നത്. അതിനാണ് ഇപ്പം നമ്മൾ ഈ പിശുക്ക് കാണിക്കുന്നത്. നോക്കി, എല്ലാ ആളുകൾക്കും വരുത്. ഈ അങ്ങാടിയിൽ, തെരുവുകളിൽ കച്ചവടം ചെയ്യുന്ന, റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന, ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന, തട്ടുകടകൾ നടത്തുന്ന ആളുകൾ ഒരു വർഷം കഴിഞ്ഞ് അത്ര ഉണ്ടാവില്ലേ? 10,000-55,000 രൂപ കയ്യിലുണ്ടാവില്ലേ? ഉണ്ടാവും. വീടുകളിൽ നിൽക്കുന്ന ആളുകൾ, ഇന്റീരിയർ വർക്കുകൾ നടത്തുന്ന ആളുകൾ, ടൈൽസിൻ്റെ വർക്കുകൾ നടത്തുന്ന ആളുകൾ, പ്രത്യേക ജോലിയൊന്നുമില്ലാതെ വെറുതെ ഒരു മൊബൈൽ പിടിച്ച് ആളുകൾക്ക് ഇങ്ങനെ നിർദ്ദേശങ്ങൾ നൽകുന്ന, കൺസൾട്ടിങ് നൽകുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വരുമാനമുണ്ട്. വരുമാനം എത്ര ഉണ്ടോ കൊടുക്കണം. അത് വലിയ കോടീശ്വരൻ എന്ന് പേരുണ്ട്, സമ്പന്നൻ എന്ന് പേര് വരണ്ട. ഇത്രയും വരുമാനം കയ്യിലുണ്ടോ കൊടുക്കണം. ചില വീടുകളിലൊക്കെ നിൽക്കുന്ന സ്ത്രീകൾ ഒരു മാസം 45,000-50,000 ശമ്പളം വാങ്ങുന്നു. ചിലവൊക്കെ കഴിച്ച് സക്കാത്ത് കൊടുക്കണം. അത് വീട്ടിൽ നിൽക്കല്ലേ എന്നല്ല, സക്കാത്ത് കൊടുക്കണം. വരുമാനം ഇത്രയാണെങ്കിൽ സക്കാത്ത് വരും. എല്ലാ ആളുകൾക്കും വരും. വളരെ കുറഞ്ഞ ആളുകളെ ഇന്ന് ഒഴിവാവുള്ളൂ. അതിൽ നമ്മൾ വേറൊരു പിശുക്ക് കാണിക്കാൻ പാടില്ല. സ്വർണം 85 ഗ്രാം സ്വർണ്ണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. എൻ്റെ ദിർഹമും ദീനാറും എന്നല്ല പറയുന്നത്, മെട്രിക് അളവാണ് പറയുന്നത്. 85 ഗ്രാം, ഒരു 10.25-3 പവൻ, അക്കരെ കൃത്യം പറഞ്ഞാൽ അങ്ങനെ 10 പവൻ എന്ന് നമ്മൾ സാമാന്യമായിട്ട് പറയുന്നു. അത്ര വീട്ടിലില്ലാത്തവരാരാ ഇവിടെ ഉള്ളത്? 10 പവൻ സ്വർണമില്ലാത്തവർ എത്ര വീടുണ്ടാവും നോക്കുങ്ങൾ? എല്ലാവരും വീട്ടിലുണ്ട്. എന്താ അതിനൊക്കെ സക്കാത്ത് കൊടുക്കണ്ടേ? കൊടുക്കണം. ആരാ കൊടുക്കേണ്ടത്? ആ സ്വർണത്തിൻ്റെ ഉടമസ്ഥൻ ആരാച്ച കൊടുക്കണം. അത് കൊടുക്കാതിരുന്നാൽ നേരത്തെ ഇപ്പം നമ്മൾ റസൂലും പറഞ്ഞ ആ ശിക്ഷകളൊക്കെ ഇവർക്കൊക്കെ നമ്മൾക്കൊക്കെ ബാധിക്കും. സ്വർണത്തിൻ്റെ സക്കാത്ത് അതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് വെച്ചാൽ കൊടുക്കണം. ബാപ്പയാണെങ്കിൽ ബാപ്പ കൊടുക്കണം. ഉമ്മയാണെങ്കിൽ ഉമ്മാന്റെ സ്വർണത്തിന് ഉമ്മയാണ് കൊടുക്കേണ്ടത്. അത് ബാപ്പാനെ ഏൽപ്പിച്ചാൽ ബാപ്പയ്ക്ക് കൊടുത്താൽ പോരാ. സ്ത്രീകളുടെ ധാരണ അതൊക്കെ ഞാൻ മൂപ്പരെ ഏൽപ്പിക്കലുണ്ട്, മൂപ്പര് ചെയ്യുന്ന, മൂപ്പരല്ല. നമ്മുടെ നോമ്പാരാ നോൽക്കുന്നത്? നമ്മളാണ്. അത് അദ്ദേഹം നോൽക്കില്ല. നമ്മുടെ നമസ്കാരം നമ്മളാണ് നിർവഹിക്കുന്നത്, മറ്റാരെ ഏൽപ്പിക്കാറില്ല. സക്കാത്ത് മാത്രം അത് മൂപ്പരാണെന്ന് പറയേണ്ടതില്ല. അത് നമ്മളാണ് കൊടുക്കേണ്ടത് സക്കാത്ത്. നമ്മളുടെ സ്വത്തിന് നമ്മൾ അദ്ദേഹത്തെ ചുമതലപ്പെടുത്താം, പക്ഷെ നമ്മളാണത് സക്കാത്ത് കൊടുത്തൊരു കൂലി വാങ്ങേണ്ടത്. കൊടുക്കാതിരുന്നുള്ള ശിക്ഷ ആർക്കാ കിട്ടുക? നമ്മൾക്ക് തന്നെയാണ്. 10 പവൻ സ്വർണമുണ്ടെങ്കിൽ അതിന് ഉടമസ്ഥൻ നമ്മുടെ വീട്ടിലെ പെൺമക്കളുടെ ദേഹത്തുള്ള സ്വർണം, കെട്ടിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയുടെ ദേഹത്തുള്ള സ്വർണം ആരാണ് ഉടമസ്ഥൻ തീരുമാനിക്കുക ആദ്യം. എന്നിട്ട് അയാളോട് കൊടുക്കാൻ പറയാം. അവളാണെങ്കിൽ അവൾ കൊടുക്കണം, അവളുടെ ബാപ്പയാണെങ്കിൽ അവളുടെ ബാപ്പ കൊടുക്കണം. ആരാണോ ആ സ്വർണത്തിന് ഉടമസ്ഥൻ അയാളാണ് കൊടുക്കേണ്ടത്. ഗുരുതരമാണ് പ്രശ്നം, വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. ആ സ്വർണത്തിനൊക്കെ ആരാ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളത്
വളരെ ഗൗരവമുള്ള വിഷയമാണ്. നല്ലപോലെ വീട്ടിൽ പോയിട്ട് ആലോചിക്കേണ്ടതാണ് പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ സക്കാത്തിൻ്റെ വിഷയത്തിലുണ്ട്. ഈ റംസാൻ മാസത്തിലെങ്കിലും നമ്മൾക്ക് അതിനൊക്കെ ഒരു മനസ്സ് പാകമായി വരേണ്ടതുണ്ട്. അതിനുള്ള പ്രാർത്ഥന നമ്മൾ നടത്തണം. കഴിയുന്നിടത്തോളം അതൊക്കെ നിർവഹിക്കാനും നമ്മൾ നോക്കണം. റംസാൻ മാസം കഴിയുമ്പോഴേക്കൊരു പുതിയ മനുഷ്യനാകാൻ കഴിയുന്നിടത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളിപ്പോൾ പള്ളികളൊക്കെ സൗകര്യപ്പെടുത്തുന്നു. ജമാഅത്ത് നമസ്കാരത്തിന് കൃത്യമായിട്ട് വരിക നമ്മളെല്ലാവരും. സൗകര്യങ്ങൾ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് കൊണ്ട് കിട്ടുന്നതാണ്. ഇതിനൊക്കെ സാമ്പത്തിക ചെലവുണ്ട്, നമ്മളൊക്കെ ചെയ്യുന്നു. അലങ്കരിക്കാനല്ല, നമ്മുടെ ഇബാദത്തുകൾ ഭംഗിയായിട്ട് നിർവഹിക്കാനാണ്. ഇതിനൊക്കെ സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള വിഷയമാണതൊക്കെ. ഈ സൗകര്യങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. പള്ളിയിൽ വന്ന് ശരിയായി സ്വഫായിട്ട് ഇരുന്ന് നമസ്കരിക്കാനും ഖുത്ബ കേൾക്കാനും അല്ലാത്ത ജമാഅത്തുകളൊക്കെ പങ്കെടുക്കാനൊക്കെ സ്ത്രീകളുടെ ഭാഗത്തും സ്വഫുകളൊക്കെ ക്രമീകരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. സ്വഫ് മുറിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഈ നേരത്തെ വന്ന് ചുമര് ചാരി ഇരിക്കാനല്ല, നേരത്തെ വന്ന് മുന്നിലിരുന്ന് ആരാധനകൾക്ക് താല്പര്യം കാണിക്കാനാണ് നമ്മൾ വരേണ്ടത്. ചുമര് ചാരി ഇരുന്ന് അലസമായിരിക്കാനല്ല. ചെയറൊക്കെ ഇട്ടിരിക്കുന്നവർ ഓരോ സൈഡിലൊക്കെ ഇരുന്ന് ആളുകൾക്ക് പ്രയാസമില്ലാത്ത രീതിയിലാക്കുക. സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ഒക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ഈ റംസാനിൽ കൂടുതൽ ആരാധനകളും ഇബാദത്തുകളുമൊക്കെ ചെയ്ത് കൂടുതൽ പടച്ചവൻ്റെ സാമീപ്യം നേടാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കുക. ആ സമയം ബോധപൂർവം അതിനു വേണ്ടി തീരുമാനമെടുക്കുക. സർവശക്തനായ അള്ളാഹു ഈ റംസാൻ മാസത്തിൽ അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ശരിയായി ജീവിക്കാനുള്ള ഒരു തൗഫീക്ക്, ഇബാദത്തുകളും എല്ലാ കാര്യങ്ങളും നന്നായി നിർവഹിക്കാനുള്ളൊരു തൗഫീക്ക് അള്ളാഹുവേ നീ ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകണേ നാഥ. വളരെ വ്യത്യസ്തമായൊരു സാഹചര്യവും കാലഘട്ടവുമാണ് നമ്മൾ കടന്നു പോകുന്നത്. വേനൽക്കാലമാണ്, നല്ല ചൂടും ഒക്കെ നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ട് ഇപ്പോൾ നാട്ടിൽ. ഇത്രയുമൊക്കെ ഒരു സാഹചര്യത്തിൽ നോമ്പെടുക്കുകയും ശരിയായ രീതിയിൽ നിർവഹിക്കാനുമൊക്കെ അത് പൂർത്തിയാക്കാനും പടച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പടച്ചവൻ അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളെപ്പോലെ ഇത്രയൊക്കെ പ്രയാസമുണ്ട് നമ്മൾ പറയുന്ന ഈ ലോകത്തും പലതുകൊണ്ടും വലിയ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. സമാധാനപരമായിട്ടൊരു ദിവസം ഉറങ്ങാൻ പോലും കഴിയാത്ത ഫലസ്തീനിലേക്ക് ആളുകളുടെ കഥ നമ്മൾക്കറിയാം. അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. അവർ നോമ്പ് തുറക്കുന്നതിൻ്റെയും ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിൻ്റെയും അവർ കാണിക്കുന്ന സന്തോഷത്തിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ നമ്മൾ കാണാറുണ്ട്. അവരും നമ്മളെപ്പോലെ മുസ്ലിങ്ങളാണ്, പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവേ ആ സഹോദരന്മാർക്കൊക്കെ ക്ഷമ നൽകാനും അവരുടെ കർമ്മങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലം നൽകാനും അവരൊക്കെ ശുഹദാക്കളുടെ മരിച്ചവരൊക്കെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്.